കത്തിച്ച് തുടങ്ങാം അല്ലേ. ക്യാൻഡിൽ കത്തിച്ചപ്പോഴാണ് കറണ്ട് വന്നത്. ഞാൻ കറണ്ട് ഇല്ലാത്തപ്പോഴാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഈ കാണുന്ന ഫോം ക്ലേനെ കൊണ്ട് ഞാൻ ഫസ്റ്റായിട്ട് ഉണ്ടാക്കിയ ട്രങ്കട്ടീഷാണ്. മറ്റേത് ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാക്കിയ ട്രങ്കട്ടീഷാണ്. മറ്റേ ഞാൻ പെയിൻ്റ് അടിച്ചു, ഇത് ഞാൻ പെയിൻ്റ് അടിച്ചില്ല. ഇത് പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഫെവിഗ്രില്ലിൻ്റെ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് പേൾ കളറും ഉണ്ട്, ഫാബ്രിക് കളറും ഉണ്ട്. അപ്പോൾ ഞാൻ ഫാബ്രിക് കളറാണ് ചൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്കും ബ്രെഡും ഓംലെറ്റും ആണല്ലോ ഉണ്ടാക്കി. ഇതൊരു ക്രാഫ്റ്റ് ഫെയിൽഡാണ്. അപ്പം ഫെവിഗ്രില്ലിൻ്റെ 3 കളേഴ്സാണ് ഞാൻ എടുത്തത്. ഫസ്റ്റ് വൺ ബ്ലാക്ക് ആണ്. ബ്ലാക്ക് നമ്മൾ ഒരു ഡ്രോപ്പ് ഇട്ടിച്ചു. അത് അടുത്തതായിട്ട് പിന്നെ റെഡാണ്. റെഡ് നമുക്കൊരു ഡ്രോപ്പ് ഇട്ടിരിക്കാം. പിന്നെ വേണ്ടത് വൈറ്റ് ആണ്. വൈറ്റ് നമുക്കൊരു ഡ്രോപ്പ് എടുക്കാം. വൈറ്റ് ഒരു ഡ്രോപ്പല്ല, 2 ഡ്രോപ്പാണ്. മറ്റേ നമുക്ക് ലൈറ്റിനും ഡാർക്കിനും വേണ്ടിയിട്ടാണ് ഞാൻ 2 ഡ്രോപ്പ് എടുത്തത്. അവസാനം എന്താവുമെന്ന് നിങ്ങൾ തന്നെ കണ്ടോ. നമുക്ക് പിന്നെ മിക്സ് ചെയ്യാം. ഇതിൻ്റെ ഫസ്റ്റത്തെ ലോങ് വീഡിയോ ആണ്. അപ്പോൾ എന്താവും എന്തോന്നൊന്നും എനിക്കറിയില്ല. അപ്പം ഇത് ബ്രൗൺ കിട്ടുമോ നോക്കാം. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഇത് ബ്രൗൺ കിട്ടുമില്ലേന്ന് നമുക്കിപ്പോൾ കാണാം. അങ്ങനെ മിക്സ് ചെയ്ത് എൻ്റെ സെമൻ്റെ അറ്റെത്തിയപ്പോൾ ഞാൻ ഇത് കുറച്ച് യെല്ലോ ആഡ് ചെയ്യാൻ വിചാരിച്ചു. നമുക്ക് കുറച്ച് യെല്ലോയും പാടി ആഡ് ചെയ്യാം. യെല്ലോ ടൈറ്റ് വെച്ച് മൂടിയിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. അപ്പം ഞാൻ ചെറിയൊരു ബ്രൗൺ കളർ കണ്ടു. അതാണ് നിങ്ങൾക്ക് കാണിച്ചത്. പക്ഷേ ക്യാമറയിൽ അതൊരു വയലറ്റ് പോലെ കാണുന്നത്. അങ്ങനെ ഫുള്ളായിട്ട് മിക്സ് ചെയ്തപ്പോൾ അതും പോയി കുറച്ച് വൈറ്റ് മാഡ് ആയിരുന്നു. സമാധാനം. പിന്നെ ഞാൻ കുറച്ച് യെല്ലോ ആഡ് ചെയ്തു. ഇപ്പോൾ കണ്ടോ ഈ ബ്രൗൺ കളർ ഞാൻ നശിപ്പിച്ചു. അതുകൊണ്ട് ഞാനത് കുറേ ചെയ്തപ്പോൾ ബ്രൗൺ കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും അത് റെഡി ആകാത്തതുകൊണ്ട് ഞാനതിൽ പിന്നെയും റെഡ് ആഡ് ചെയ്യാൻ പോവാം. എന്താ ചെയ്യല്ലേ, ഇനി പിന്നെയും റെഡ് ആയിട്ട് അപ്പോൾ ആ കളർ മൊത്തത്തിൽ കൊള്ളായി. കണ്ടോ, എനിക്ക് മതിയായി ഈ പരിപാടി. വീഡിയോ അപ്ലോഡ് ചെയ്യണ്ടെന്ന് ഞാൻ വിചാരിച്ചു. എപ്പോഴും ഞാൻ വീഡിയോ എടുക്കുന്നത് റെഡി ആയത് മാത്രമാണ്. ഇത് റെഡി ആവാത്തതാണ് ഞാൻ എടുക്കുന്നത്. അങ്ങനെ അതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ അതിൽ അടിച്ചു നോക്കി. അപ്പോൾ 2 ഒരേ കളറാണ്. അത് ആ യെല്ലോ എടുത്തപ്പോൾ പിന്നെ താഴത്തേക്ക് തോന്നി. ഇനി മറ്റേതിൽ കുറച്ച് യെല്ലോ ഒന്ന് ആഡ് ചെയ്ത് നോക്കി. വേറെ ബ്രഷ് എടുത്ത് മിക്സ് ചെയ്തു കേട്ടോ. അപ്പോൾ അതാണെങ്കിൽ ഒരു ലൈറ്റ് യെല്ലോ. പിന്നെ കുറച്ച് വൈറ്റും കൂടി പിന്നെയും ആഡാക്കി. ഇതെന്തിനാന്ന് എനിക്ക് പോലും അറിയില്ല. വെയിറ്റ് ചെയ്തപ്പോൾ ഭയങ്കര ലൈറ്റായിപ്പോയി. അവിടെ കണ്ടോ, ഞാൻ ഇന്ത്യയിൽ വേറൊരു ബ്രൗൺ കളർ ഉണ്ടായിരുന്നു. അത് ആഡ് ചെയ്തതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അത് ആഡ് ചെയ്തപ്പോഴാണ് ഒന്ന് ബ്രൗൺ കിട്ടിയത് ഗൈസ്. ലൈറ്റ് ഒരു പേസ്റ്റൽ ബ്രൗൺ കിട്ടിയത്. അങ്ങനെ അത് ഞാൻ സന്തോഷത്തോടെ അടിച്ചു. മറ്റേത് അവിടെ ഉണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ലായിരുന്നു. പിന്നെയാണ് അത് ഞാൻ എടുത്തത്. അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ബുൾസയാണ്. ബുൾസയ്ക്ക് വേണ്ടിയുള്ളൊരു വൈറ്റ് കളറാണ്. അത് ഞാൻ അടിക്കുകയാണ്. വൈറ്റ് നല്ല അടിക്കുക. നിങ്ങൾ ബാക്കിൽ കണ്ടോ, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്തു. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഡെസ്ക് ഒന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് മേക്ക് ഓവർ ചെയ്തിട്ടുണ്ട്. അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. യെല്ലോ ലൈറ്റായപ്പോൾ ഞാൻ കുറച്ചും കൂടി ഡാർക്കാക്കാൻ വേണ്ടി വേറെ ഏതോ കളർ മിക്സ് ചെയ്തു. ഇതാണ് നമ്മൾ ഫൈനൽ ലുക്ക്. പക്ഷെ ഇതിലെന്തോ കുറവുണ്ടായതിനെ കൊണ്ട് ഞാൻ വേറെ ഒന്ന് കണ്ണും പാടി ആഡ് ചെയ്യാന്ന് വെച്ചു. അങ്ങനെ കുറച്ച് കൈയൊക്കെ വിറക്കിണ്ടായിരുന്നു. ഞാൻ വെറുതെ ഒന്ന് കുത്തി ഒരു വാഴയും വരച്ചെടുത്തു. കണ്ടോ, സൂക്ഷ്മത്തോടെയാണ് മെല്ലെയാണ് ചെയ്യുന്നത്. വായ എനിക്കിഷ്ടമായി. ആ കണ്ണെനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ കുറച്ചും പാടി ഒന്ന് വലുതാക്കിയപ്പോൾ അത് കൊളായി പോയി. അങ്ങനെ അത് ചെയ്ത് പിന്നെയും കൊളായി. എന്താ ചെയ്യാല്ലേ. പിന്നെ ഒരു 2 വൈറ്റ് എടുത്തപ്പോൾ കുഴപ്പമില്ല, മനസ്സിലായി. കണ്ടോ, ഇതിൻ്റെ കളറൊക്കെ എന്തോ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ ഇഷ്ടമായില്ല. നമ്മളെ ഫൈനൽ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക.